കല്യാണം, പാർട്ടി, ഫംഗ്ഷൻ ഇവിടെയൊക്കെ പോകുന്നതിന് മുന്നേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡയമണ്ട് ഫേഷ്യലാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യുമ്പോഴാണ് മാക്സിമം റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കണം. ഇടയ്ക്കൊക്കെ ഞാൻ കുറേ ടിപ്സ് പറഞ്ഞു പോകും. സോ അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് സ്കിപ്പ് ആവാതിരിക്കാനാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായി മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമോ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നെയോ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സിമ്പിളാണ്, പക്ഷെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഒട്ടും പേടിക്കാനില്ല. പിന്നെ നിങ്ങളുടെ സ്കിന്ന് ചേരാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടത് ക്ലെൻസിങ് ചെയ്യാനായിട്ട് ക്ലെൻസിങ് മിൽക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് യൂസ് ആക്കാം, അല്ലെങ്കിൽ പാൽ അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ചിലർക്കൊക്കെ റോസ് വാട്ടർ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടറും പാലും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. അത്രയും ഗ്രാൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ മതി കേട്ടോ. അല്ലെങ്കിൽ പാല് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് എടുത്താൽ മതി. അതിനുശേഷം ഒരു കോട്ടൺ ബോൾ എടുക്കുക. പഞ്ഞി എടുത്തതിന് ശേഷം ഇതുപോലെ മുക്കി നമ്മുടെ മുഖത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത ഫേസിൽ വേണം ഫേഷ്യൽ ചെയ്യാനായിട്ട്. അതിന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ജസ്റ്റ് മുഖം കഴുകിയതിന് ശേഷം നമ്മൾ ഈ ഒരു പഞ്ഞിയിൽ പാല് മുക്കിയിട്ട് മുഖത്ത് വെച്ചിങ്ങനെ തുടച്ചെടുക്കുക. അപ്പോൾ പൊടി പടലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും അല്ല നമുക്ക് മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങൾ, ഏതെങ്കിലും ക്രീംസ്, പൗഡേഴ്സ്, ഇതൊക്കെ നമ്മുടെ സ്കിൻ്റെ പോർസിനിടയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ പറ്റി പിടിച്ചിരുന്നാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ മുഖക്കുരു വരുന്നതുണ്ടല്ലോ അത് ഭയങ്കര കൂടുതലായിരിക്കും. ചെറിയ ചെറിയ തരി പോലത്തെ കുരുക്കളൊക്കെ വരും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങളിത് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് പാലെടുക്കുക. ഇനി അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ യൂസ് ചെയ്ത് കഴുകുക. അപ്പം നിങ്ങൾ ആദ്യം മുഖം സോപ്പ് ഉപയോഗിച്ച് കഴുകണ്ട. അതിനുശേഷം ഈ ഒരു മിൽക്ക് ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് ചേരുന്നത് ആ ഓയിലും ആ ഒരു പാലിൻ്റെ ആ ഒരു ഇതൊക്കെ മുഴുവനും ക്ലീൻ ആക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് വേണം കഴുകാനായിട്ട്. അടുത്തതായിട്ട് സ്ക്രബിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ആക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഞാനിത് ബൗളിലല്ലല്ലോ മിക്സ് ചെയ്തത്, എളുപ്പ പണിക്ക് എൻ്റെ കയ്യിലാണ് മിക്സ് ആക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് ആയിരുന്നില്ല. സോ കുറച്ചും കൂടെ റോസ് വാട്ടർ വേണമായിരുന്നു. ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരു സാധനവും വെച്ച് സ്ക്രബ് ചെയ്യരുത്. ജസ്റ്റ് ചെറിയൊരു നനവ് ഉണ്ടായിരിക്കണം ഫേസിൽ. ആ ഒരു ടൈമിൽ വേണം നല്ല സോഫ്റ്റ് ആൻഡ് മൈൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് യൂസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ. ഇപ്പം ഞാനിവിടെ എൻ്റെ ഒരു റോസ് വാട്ടർ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഒരു ഡ്രൈനെസ്, ഒരു പിടുത്തമുണ്ട്, അത് മാറാനായിട്ടും നല്ല സോഫ്റ്റ് ആവാനും ഒരു ലൂബ്രിക്കേഷൻ കിട്ടണമല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ മുഖത്ത് വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് ഭയങ്കര ടഫായിട്ട് തോന്നരുത്. ജസ്റ്റ് ഒരു 3 മിനിറ്റോളം മസാജ് കൊടുത്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് ചെയ്താൽ മതി. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. എക്സ്പെൻസീവായിട്ട് പുറത്തുനിന്ന് സ്ക്രബ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ കുറച്ച് പാലോ തൈരോ ചേർത്തിട്ട് അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്താൽ മതി. കുറച്ച് നേരം കുതിരാനായിട്ട് വെച്ചാൽ കുറച്ചും കൂടെ നല്ലത്, ഈ 2 മിക്സും കൂടെ ആയിട്ട്. അല്ല ഓയിലി സ്കിൻകാരാണെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അരിപ്പൊടിയിൽ ചേർത്ത് മിക്സ് ആക്കാം. അടുത്തതായിട്ട് നമുക്ക് പാക്ക് യൂസ് ചെയ്യാം. പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യും. നമ്മൾ യൂസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ, തേൻ മാത്രമല്ല, ഞാൻ ഇതുവരെയും യൂസ് ചെയ്ത എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറേ പേരൊക്കെ നമ്മുടെ ടുലിപ്സിൻ്റെ കോട്ടൺ ബോൾ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും
നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിളാണ്. പിന്നെ നമുക്ക് കുറേ നാൾ യൂസ് ആക്കാനായിട്ട് പറ്റും. ഒരു പഞ്ഞി ആ കോട്ടൺ ബോൾ മൊത്തമായിട്ട് എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് പകുതിയായിട്ടൊക്കെ യൂസ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറേ നാൾ വെച്ചേക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് കോട്ടൺ പാഡ് ഓൾസോ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. ടുലിപ്സിൻ്റെത് നല്ല അഫോർഡബിൾ ആണ്, പിന്നെ നല്ല ക്വാളിറ്റിയും ആണ്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കോട്ടൺ പാഡ് ട്രൈ ചെയ്യാനാണ് വിചാരിക്കുന്നത്. റിവ്യൂ വേണം എന്നുണ്ടെങ്കിലോ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ ആ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്യാപ്പിൽ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്തത് അരിപ്പൊടിയും തേനും കുറച്ച് പാലും കൂടെയാണ്. അപ്പം മിക്സ് ആക്കാനായിട്ട് കുറച്ച് പാടായതുകൊണ്ട് ഒരല്പം പാല് കൂടുതൽ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര വാട്ടറി ആണെന്ന്. അങ്ങനെയല്ല, ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് നേരം ഇരുന്ന് കുതിർന്നിട്ട് ഇത് നല്ല രീതിയിൽ ടൈറ്റായി. കാര്യം ഞാനിത് ലൂസാണെന്ന് ഞാനും കരുതിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴേക്കും ഇത് വീണ്ടും ലൂസായി. പക്ഷെ ഒരിക്കലും നിങ്ങളിത് ഒരുപാട് വാട്ടറി ആക്കി എടുക്കരുത്. കാര്യം നമ്മുടെ മുഖത്തുനിന്ന് പെട്ടെന്ന് ഒലിച്ചിങ്ങ് പോരും. അത് ഞാൻ കാണിക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വെള്ളം കൂടിപ്പോയി, പിന്നെ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഞാനത് വീണ്ടും മാനേജ് ചെയ്യാൻ നോക്കി. അങ്ങനെ മൊത്തത്തിൽ കൊള്ളായി. പക്ഷെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ ആക്കി എടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാണ് ഞാൻ വെച്ചത്. പക്ഷേ ഇത് കുറച്ച് ടൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുക്കാം, പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചേർത്ത് കൊടുത്താണ് യൂസ് ആക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റിനെ കുറേ കൂടെ ബെറ്ററാക്കി യൂസ് ആക്കുന്നതാണ് ഞാനത് ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ അരിപ്പൊടിയാണ് ഫേസിൽ മെയിനായിട്ട് യൂസ് ആക്കേണ്ടതെങ്കിൽ അരിപ്പൊടീനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതിനെ കുറേ കൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടാവും. റോസ് വാട്ടർ, പാല്, തൈര്, അങ്ങനെ തുടങ്ങിയിട്ട് മഞ്ഞൾ, അങ്ങനെ അത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഐറ്റംസ് യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്ത 2 സ്റ്റെപ്പും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേസ് പാക്കും എല്ലാം തന്നെ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഫുൾ ബോഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ആകാം കേട്ടോ. നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന റോസ് വാട്ടറും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തില്ലേ, ആ ഒരു മിക്സ് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഫുൾ ബോഡി സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ആക്കാം. അടിപൊളിയാണ്. പിന്നെ ഫുൾ ബോഡിയിലാന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട്, കാല് അവിടെയൊക്കെ ഡ്രൈനെസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരല്പം തൈരിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കുറച്ച് ആവശ്യത്തിന് ക്വാണ്ടിറ്റിയിൽ തൈരിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബോഡിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പാലോ തൈരോ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ മോയ്സ്ചറൈസ് ആവും, അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. കുറച്ച് തേനും പാലും കുറച്ച് കൂടുതൽ എടുക്കണം എന്നേ ഉള്ളൂ. സൺ ടാൻ ഒരുപാടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാലിന് പകരമായിട്ട് തൈര് യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. ഇനി ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് സൺ ടാൻ ഉണ്ട്, തൈര് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ തക്കാളിയുടെ നീരുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഇടയ്ക്ക് ഡ്രൈ ആയാൽ വെള്ളം ഒന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നനവോടുകൂടി തന്നെ ഇരിക്കും. ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഈ മൂക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ കണ്ടോ, ഇതിങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് കുറച്ച് കട്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തോ ഇങ്ങനെ എഴയുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു അല്പം കട്ടിയിലിരുന്നാലും ഇത് ഇങ്ങനെ ഫേസിലിരുന്നിട്ട് തന്നെ ഇതിങ്ങനെ മെൽറ്റ് ആകാൻ തുടങ്ങിക്കോളും. കാര്യം വന്നിട്ട് വേറെ ഒന്നുമല്ല, തേൻ ചേർത്ത് കൊടുത്താൽ ഇതാണ് സംഭവിക്കുക. തേൻ ചേർത്ത് കൊടുത്താൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നിയാലും കുറച്ച് സമയം കഴിയുമ്പം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒലിച്ചിറങ്ങാനായിട്ട് തുടങ്ങും. ഇനി ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം സ്കിന്നൊന്ന് വാഷ് ചെയ്ത് നോക്കണം. എൻ്റെ പൊന്ന് ഗൈസ്, ഇത്രയും അമേസിങ് റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതില്ല. അത്രമാത്രം അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് റോസ് വാട്ടർ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പാക്കേജിങ്ങിലായിരിക്കും കാണാൻ പറ്റുന്നത്. കാര്യം ഇതിൻ്റെ പാക്കേജിങ് ചേഞ്ച് ആയി എന്നാണ് തോന്നുന്നത്. ഞാൻ സെയിം ലിങ്കാണ് ടാഗ് ചെയ്യുന്നത്, പക്ഷേ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഔട്ടർ പാക്കേജിങ് ഉണ്ടല്ലോ, റോസ് വാട്ടറിൻ്റെ പാക്കേജിങ് മാറിയിട്ടുണ്ട്. സെയിം സാധനമാണ്, ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് കുറച്ച് അലോവേര ജെല്ലും ചേർത്തല്ല മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും ശരിക്കും ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്ത ആ സെയിം റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അവിടേക്കൊന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. പാക്ക് അവിടെ കുറച്ചും കൂടെ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുത്താൽ മതി. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ രാവിലെയോ ചെയ്ത് കൊടുക്കാം. അമേസിങ് റിസൾട്ട് കിട്ടും. സൂപ്പറായിട്ട് വർക്കാകും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മാറ്റം അറിയാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും. നമുക്ക് തന്നെ തോന്നും നമ്മൾ മുഖത്തിന് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്തു എന്ന്. ഇപ്പം നമ്മളൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ സെൽഫ് കെയർ പാമ്പറിങ് ഡേ അങ്ങനെയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറില്ലേ? അങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഇത്. പിന്നെ എവറിത്തിങ് ഷവർ റുട്ടീനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു സംഭവം കൂടെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ചെയ്തു പോവുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തും ചെയ്തു കൊടുക്കാം. ഇനി നിങ്ങൾ ഒരുപാട് ജോലിക്കൊക്കെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് കോളേജിലൊക്കെ പോയിട്ട് ഭയങ്കര ടയേർഡായിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ ഒരു വീക്കെൻഡിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം ഉണ്ടാവും. അടിപൊളി റിസൾട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക.